എത്രയോ നിന്ദകൾ, എത്രയാവശ്യങ്ങൾ എൻ്റെ ചുറ്റും വന്നാലും നിന്നെ നോക്കും ഞാൻ. എത്രയോ നിന്ദകൾ, എത്രയാവശ്യങ്ങൾ എൻ്റെ ചുറ്റും വന്നാലും നിന്നെ നോക്കും ഞാൻ. വിശ്വസ്തദാസനെ എന്നു നീ ചൊല്ലിടും, ഒരു വാക്കു കേൾക്കുവാൻ നേരോടെ ഓടുന്നു. വിശ്വസ്തദാസനെ എന്നു നീ ചൊല്ലിടും, ഒരു വാക്കു കേൾക്കുവാൻ നേരോടെ വിളിച്ചവനെ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കർത്താവ് പകൽക്കാലം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടത, അവരുടെ നിലവിളി, അവരുടെ സങ്കടം കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവം. അടിമനുഖത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന ഇസ്രായേൽ ജനം, ക്രൂരമായ പീഡനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിതം മുൻപോട്ട് നയിക്കുന്ന ഇസ്രായേൽ ജനം, അവർക്ക് പീഡനം സഹിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് നിലവിളി ഉയരുകയാണ്. വിശ്രമമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല. കുഞ്ഞുങ്ങളെ, ആൺകുട്ടികളെ കൊന്നുകളയുന്ന സാഹചര്യങ്ങൾ. ഇതിൻ്റെ നടുവിൽ നിലവിളിക്കുന്ന ഇസ്രായേൽ ജനം, ആ ജനത്തിൻ്റെ നിലവിളി ദൈവം ഉയരത്തിൽ നിന്ന് കേട്ടു. അവരുടെ കഷ്ടത കണ്ടു. അവരുടെ ഉള്ളിലെ ആഴമേറിയ സങ്കടങ്ങൾ അറിയുന്നവനായ ദൈവം. മോശെ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്ത് അവനോട് പറയുകയാണ്, അവരെ വീണ്ടെടുക്കുവാൻ, വിടിവിപ്പാൻ ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. കാരണം ഞാൻ അവരുടെ കഷ്ടത, സങ്കടം, നിലവിളി കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്, കഷ്ടത കണ്ട, നിലവിളി കേട്ട, സങ്കടങ്ങൾ അറിഞ്ഞ ദൈവം ആ ജനത്തെ ആ പീഡനത്തിൻ്റെ നടുവിൽ നിന്ന്, ആ കഷ്ടതയുടെ നടുവിൽ നിന്ന്, ആ നിലവിളിയുടെ, നിലയില്ലാ കയങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുത്തു, വിടുവിച്ചു, സ്വതന്ത്രരാക്കി. ഇന്ന് പ്രഭാതത്തിൽ കഷ്ടതയുടെ നടുവിലാണ്, കണ്ണുനീരിൻ്റെ താഴ്വരയിലാണ്, സങ്കടത്തിൻ്റെ ആഴമേറിയ ആഴങ്ങളിലൂടെ ആരോടും പുറത്തു പറയാൻ കഴിയാത്ത വേദനയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലാണ്. നിന്നെ കാണുന്നൊരു കർത്താവുണ്ട്, നിന്നെ കേൾക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ ആഴമായി അറിയുന്ന ഒരു യേശു കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ആ കർത്താവ് കണ്ടാൽ, കേട്ടാൽ, അറിഞ്ഞാൽ അവിടെ നിനക്ക് വിടുതലുണ്ട്. ഇന്ന് പകൽക്കാലം ആ വിടുതൽ അനുഭവിപ്പാൻ, ആ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ, ആ സങ്കടത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു മോചനമുണ്ടാക്കും സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്കും. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.